ഈ ബീഫ് കരുമാടി എന്ന് കേട്ടിട്ടുണ്ടോ? ഡക്ക് സമൂസ എന്ന് കേട്ടിട്ടുണ്ടോ? ഈ സംഭവങ്ങളെയൊക്കെ കേരളത്തിൽ വളരെ ഫെമിലിയർ ആക്കിയ ഷെഫ് നമ്മുടെ കൂടെയുണ്ട്. കേരളത്തിൽ ഒരുപാട് പേർക്ക് അറിയാവുന്ന സാധനമായിരുന്നു ഈ ബീഫ് കരുമാടിയൊക്കെ. പക്ഷെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് സംഭവം ഉണ്ടായത് ഒരു അബദ്ധത്തിൽ നിന്നാണെന്ന്. ഞാനിങ്ങനെ തിരക്കിട്ട് അടിച്ചപ്പോൾ സാധനം ഇത് വീണ് പോയിട്ട് കറുത്തു, അങ്ങനെ അടിച്ച് കയറ്റി വിട്ട്. അവർ നെക്സ്റ്റ് ഡേ വന്നിട്ട് അവർക്ക് ബീഫ് ഫ്രൈ വേണ്ട, ഇത് മതി. ഷെഫ് എന്ന് പറഞ്ഞാൽ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഗ്ലാമർ ജോബാണ്, അടിപൊളി ജോബാണ്, ചെത്ത് ഇൻഡസ്ട്രിയാണ്, ഏറ്റവും കൂടുതൽ ഹൈ പേ കിട്ടാൻ പറ്റുന്ന. പിന്നെ വെച്ചാൽ ഈ സ്ട്രഗിൾ ഉണ്ട്, ചുമ്മാ കയറിയിട്ട് കത്തിയും പിടിച്ച് വന്നു കഴിഞ്ഞാൽ ഷെഫ് ആവൂല. ഒരു സീനിയർ ഷെഫിന്റെ സാലറി എത്രയായിരിക്കും? വലിയ വലിയ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ പേ മോർ 1 lakh അതിൻ്റെ മുകളിലൊക്കെ മേടിക്കുന്ന ഷെഫ്മാരുണ്ട്. ഈ മെറൈനിൽ പോകുന്ന ഷെഫുമാർക്ക് സാലറി കൂടുതലാന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെയുണ്ട്? മെറൈനിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല മെറൈനിൽ പോകാനായിട്ട്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു തേങ്ങ ഉണ്ടാക്കൂല. നമ്മളൊക്കെ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. അത് ശരിയാണ്. ഇവർ ഈ ചാളക്കറിയും കപ്പയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോയിട്ട് ഹെവി ക്രീം ചോദിക്കുമ്പോഴൊക്കെ ഇതൊക്കെ ഇട്ട് ഉണ്ടാക്കണം. ഇതെന്ന് വെച്ചാൽ നമ്മുടെ നാടൻ സാധനങ്ങൾ, തക്കാളി, വെളുത്തുള്ളി, പേപ്പർകോൺ, കറിവേപ്പില, ചട്ടി, തേങ്ങ, ഇത് നമ്മുടെ ഗ്രീൻ പെപ്പർ. ഇതൊരു വെസ്റ്റേൺ അറബിക് ചൈനീസ് കൊളാബറേറ്റഡ് ഫുഡാണ്. എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ ടേസ്റ്റ് ചെയ്തില്ല, പോയി. കാരണം മീനൊക്കെ പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവാണ്. അങ്ങനെ പോയി നിന്നു, കുറേ തെറി കുറേ കേട്ടു. ഞാൻ കേട്ടൊന്നുമില്ല, സിമ്പിൾ കൊടുക്കുക, ടേസ്റ്റായിട്ട് കൊടുക്കുക, കാര്യങ്ങൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് നോക്കുക. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. നിങ്ങൾ ഈ ബീഫ് കരുമാടി എന്ന് കേട്ടിട്ടുണ്ടോ? ഡക്ക് സമൂസ എന്ന് കേട്ടിട്ടുണ്ടോ? എനിക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ ഈ സംഭവങ്ങളെയൊക്കെ കേരളത്തിൽ വളരെ ഫെമിലിയർ ആക്കിയ ഷെഫ് നമ്മുടെ കൂടെയുണ്ട്. ലെറ്റ്സ് വെൽക്കം ഷെഫ് ജിയെ. അതായത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേർക്ക് അറിയാവുന്ന സാധനമായിരുന്നു ഈ ബീഫ് കരുമാടിയൊക്കെ. പക്ഷെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് സംഭവം ഉണ്ടായത് ഒരു അബദ്ധത്തിൽ നിന്നാണെന്ന്. എനിക്കൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ചില സമയത്ത് നമ്മളെ ബുച്ചർമാർ പറ്റിക്കും. ബുച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറച്ചി കൊടുക്കുന്ന ആൾക്കാരെ ബുച്ചർ എന്ന് പറഞ്ഞാൽ അവർക്ക് ബീഫ് ഷോർട്ട് ആകുമ്പോഴത്തേക്ക് അവർ കൗ കയറ്റി വിടും. കൗ എന്ന് വെച്ചാൽ വൈറ്റ് മീറ്റ്. നമ്മൾ എത്ര കുക്ക് ചെയ്താലും അത് ബ്ലാക്ക് ആവൂല. അപ്പം എൻ്റെ ഒരു ഷെഫുണ്ട് കോശി, അത് ബ്ലാക്ക് ആക്കാണ്ട് സോയ ഇട്ടു. സോയ ഇട്ടപ്പോഴത്തേക്കും ആ ക്യാപ്പ് തുറന്നിട്ട് സോയ കൂടിപ്പോയി. അപ്പം അത് കോരി കളയാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അവൻ എന്തൊക്കെ ഫൈൻ ട്യൂൺ ചെയ്തിട്ട് ഔട്ട് ചെയ്തു. അപ്പം ഞാൻ അറിയുന്നില്ല കേസ്. അപ്പോൾ ഞാൻ എല്ലാ ഗസ്റ്റിൻ്റെ അടുത്ത് പോയി സംസാരിക്കും, ഫീഡ്ബാക്ക് എടുക്കും. അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് ഇവർ ടേബിളിൽ നിന്നേക്ക് ഒരു ഗ്യാങ് ആയിരുന്നു, അത് എപ്പോഴും വരും. അവരെഴുന്നേറ്റ് വന്നിട്ട് ഷെഫ് ഇതെന്താണ് സംഭവം? അപ്പോൾ എനിക്ക് ഞാൻ തന്നെ എനിക്കറിയില്ല, കാരണം അവിടെ നടന്ന സംഭവം എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലാക്ക് സംഭവം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഓക്കെ, അടിപൊളിയല്ല, കൊള്ളാം. ഞാൻ ഒന്നും മിണ്ടില്ല, അകത്ത് പോയി. അവിടെ എന്താ സംഭവം, അവിടെ ഭയങ്കര ബഹളമുള്ള എന്താ സംഭവം? ആ ഷെഫ് ഇങ്ങനെ സംഭവിച്ചു പോയി. ഞാനിങ്ങനെ തിരക്കിട്ട് അടിച്ചപ്പോൾ സാധനം ഇത് വീണ് പോയിട്ട് കറുത്തു, അങ്ങനെ അടിച്ച് കയറ്റി വിട്ട്. പിന്നെ അവർ നെക്സ്റ്റ് ഡേ വന്നിട്ട് അവർക്ക് ബീഫ് ഫ്രൈ വേണ്ട, ഇത് മതി. അപ്പം ഞാനൊരു സാധനം കൊള്ളാം, ഞാൻ 1-2 പേർക്കും കൂടി കൊടുത്ത്. പൊറോട്ടനെ കൂടി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ കൊടുത്തപ്പോഴത്തേക്കും സംഭവം കയറി അങ്ങോട്ട് ഹിറ്റായി. അപ്പം ഞാനൊരു പേരിടാൻ വെച്ചു, അവനൊരു പേരും കൊടുത്ത്, ബീഫ് കരുമാടിയെന്ന്. ഷെഫേ, ഇനിയിപ്പോൾ അതൊക്കെ കഴിക്കണമെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യുക? ഇനി കഴിക്കണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യണം. എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ്. അടുത്ത് തന്നെ ഞാനത് ഇവിടെ ലോഞ്ച് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട്. ഇപ്പം ഞാൻ US ലാണ് ബേസിക്കലി. ഇപ്പം അവിടെ ഫ്ലോറിഡയിലാണ്. അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു ടാസ്കിൽ പോയേക്കണേണ്. എപ്പോഴെങ്കിലും നമുക്ക് കുക്കിംഗ് മടുത്തിട്ടുണ്ടോ? എനിക്കിതുവരെ മടുത്തിട്ടില്ല. ഇതെൻ്റെ ഒരു പാഷനായിട്ടാണ് ഞാനിതൊരു ശമ്പളമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ജോലിയല്ല. ഞാനൊരു ക്രിയേറ്ററാണ്. ഞാനിപ്പോഴും ഇരിക്കുമ്പോഴും ഞാൻ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും അത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം വഴിയിൽ എന്തെങ്കിലും വെജിറ്റബിൾ കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകം എന്തെങ്കിലും ഒരു നമുക്ക് പരിചയമില്ലാത്തതൊന്നും കണ്ടു കഴിഞ്ഞാൽ അത് നമ്മളത് അതിനെപ്പറ്റി ഞാൻ റിസർച്ച് ചെയ്യും. അതിനെക്കൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പറ്റും ആണല്ലേ. നമ്മളീ പൊതുവെ പറയും ഷെഫുമാരെന്ന് പറയുന്നത് ഇങ്ങനെ ഫുൾ ടൈം ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരായതുകൊണ്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു തേങ്ങ ഉണ്ടാക്കൂല. അല്ല, മടിയന്മാരാണ് വീട്ടിലെ മടിയന്മാരാണ്. സിമിലർലി എൻ്റെ അനിയൻ എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യും, നല്ല അടിപൊളിയാണ്. രണ്ടുപേരും ഷെഫാണ്. അവനാണ് ശരിക്കും എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. വീട്ടില് അപ്പം ഞാൻ പറഞ്ഞ അവൻ ഇത്തിരി മടിയാണ്, അവൻ ഉണ്ടാക്കാൻ. പിന്നെ നമ്മളൊക്കെ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. അത് ശരിയാണ്. ഇവർ ഈ ചാളക്കറിയും കപ്പയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോയിട്ട് ഹെവി ക്രീം ചോദിക്കുമ്പോഴൊക്കെ ഇതൊക്കെ ഇട്ട് ഉണ്ടാക്കണം, പാലിട്ടുണ്ടാക്കാൻ പറയും. അവൻ ഇത്തിരി മടിയാണ്, പക്ഷെ ഞാൻ ചെയ്യും. എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഷെഫിന്റെ ഈ ടാറ്റൂന് ഷെഫിന്റെ ജീവിതകഥ പറയാനുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഞാനൊരു സ്റ്റോറി പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയാണ്, ഞാനൊരു സൗത്ത് ഇന്ത്യൻ ഷെഫാണ്.
പിന്നെ ഒരു മോഡേൺ ടച്ചാണ്. അപ്പം അങ്ങനെ സ്റ്റോറി പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ചെയ്തു തന്ന സംഭവമാണിത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ നാടൻ സാധനങ്ങൾ, തക്കാളി, വെളുത്തുള്ളി, പേപ്പർകോൺ, കറിവേപ്പില, ചട്ടി, തേങ്ങ, ഇത് നമ്മുടെ ഗ്രീൻ പെപ്പർ, പച്ചക്കുരുമുളക്, സിനമൺ, കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പൊ ഒരു സൗത്ത് ഇന്ത്യൻ ഷെഫ്. നാടൻ സാധനങ്ങൾ വെച്ച് മോഡേൺ ആക്കുന്ന അല്ല, ഇതാ വന്നിട്ട് സ്റ്റോറി എൻഡ് ചെയ്യണത്. സ്റ്റോറി എൻഡ് ചെയ്തിട്ടില്ല, ഇനി ഇവിടെ കുറെ ഉണ്ടായിരുന്നു. ഇത് 5 മണിക്കൂർ കൊണ്ടിരുന്ന് ചെയ്താണ്. ഇവിടെയൊക്കെ സെൻസിറ്റീവ് അല്ലേ, ഇത് അടിച്ചടിച്ച് അവനെ എനിക്ക് പേന എടുത്തിട്ട് ഞാൻ പറഞ്ഞ നിർത്തിക്കൊന്നു തോന്നുന്നു. അല്ലെങ്കിൽ അവൻ ഇനി സ്റ്റോറി അടിച്ച് വിടുമ്പോൾ ചിലപ്പോൾ ഇവിടെ വരെ കയറ്റിയത്. അപ്പൊ ഇതിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സൗത്ത് ഇന്ത്യൻ വിത്ത് എ മോഡേൺ ട്വിസ്റ്റ്. ആൾക്കാർക്ക് ഒരു 3 ഉപദേശം കൊടുക്കാൻ പറഞ്ഞ ഷെഫ് എന്തൊക്കെയാ പറയാ? ഷെഫ് എന്ന് പറഞ്ഞാൽ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഗ്ലാമർ ജോബാണ്, അടിപൊളി ജോബാണ്. ചെത്ത് ഇൻഡസ്ട്രിയാണ്. ഏറ്റവും കൂടുതൽ ഹൈ പേ കിട്ടാൻ പറ്റുന്ന, അത് നമ്മൾ വിചാരിക്കണം ആ രീതിയിലുള്ള ഒരു സാലറി സ്കെയിൽ വരാൻ പറ്റുന്ന ഒരു, ഞാൻ തന്നെ ഒരു യു ക്യാൻ സെറ്റ് മീ ആൻ എക്സാമ്പിൾ. ഓക്കെ, പിന്നെ വെച്ചാൽ ഈ സ്ട്രഗിൾ ഉണ്ട്. ചുമ്മാ കയറിയിട്ട് കത്തിയും പിടിച്ച് വന്നു കഴിഞ്ഞാൽ ഷെഫ് ആവൂല. കുറേ വഴക്ക് കേൾക്കണം, കയ്യും കാലൊക്കെ പൊള്ളും. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് കാര്യമുള്ളൂ. ഏറ്റവും ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, നല്ലൊരു ഇൻഡസ്ട്രിയാണ്. പക്ഷേ സ്ട്രഗിൾ ഉണ്ട്. നമ്മളൊരു 5-6 ഇയേഴ്സ് ശരിക്കും വി ഹാവ് ടു ഗീവ്. നമ്മൾ കൊടുക്കുക, നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. നല്ല രീതിയിൽ നമുക്ക് വളരാൻ പറ്റും. ആൾക്കാർ നിന്ന് സാലൂട്ട് അടിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കണ്ടേ? പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുക. അതാ, അതിപ്പോൾ അത് ഏത് മേഖലയിലും ഉണ്ടല്ലോ. ഏത് മേഖലയിലും നമ്മൾ എന്നാലും ക്രിയേറ്റിവിറ്റി. ഞാൻ ചില വീഡിയോകളാണ് ഈ മറ്റേ മരപ്പണിക്കാരും എൻജിനീയേഴ്സൊക്കെ ചെയ്യുന്ന കുറേ, എല്ലാത്തിനും അതിൻ്റെ ഒരു എലമെൻറ്റ്സ് ഉണ്ട്. അതിനെ വെച്ചിട്ട് നമ്മളുടെ മൈൻഡിനെ എങ്ങനെ കൊണ്ടുപോകുന്നു അതനുസരിച്ചിരിക്കും കാര്യങ്ങൾ. ഒരു ഹെൽത്തി ഹാബിറ്റ് പറഞ്ഞു കൊടുക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുക? വർക്കൗട്ട് ചെയ്യുക, പിന്നെ നല്ലോണം കിടന്ന് ഉറങ്ങുക, പിന്നെ കൂടുതൽ ഗ്രീൻസ് കഴിക്കുക, കഴിയുന്നതും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക. ചില ഡയറ്റീഷ്യൻസ് നമ്മളോട് പറയാം എല്ലാ ദിവസവും മുട്ട കഴിക്കണം എന്ന് പറയും. ചിലർ പറയും എല്ലാ ദിവസവും മുട്ട കഴിക്കാനേ പാടില്ലെന്ന് പറയും. ചിലർ പറയും വെളിച്ചെണ്ണ ഉപയോഗിക്കണം എന്ന് പറയും. അല്ലല്ല, അത് ഡെപ്പെൻസ്. അത് നമ്മളുടെ ഓരോ ബോഡിക്കും ഓരോ ഇതുണ്ട്, മനസ്സിലായോ? അതനുസരിച്ചാണ് അവർ ഡയറ്റ് പ്ലാൻ തരുന്നത്. ഇപ്പം നമ്മളുടെ ഇപ്പം വെറുതെ പോയിട്ട് ഒരു ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ ആരും ചെയ്തു തരില്ല. അവർ നമ്മളെപ്പറ്റി സ്റ്റഡി ചെയ്യും, നമ്മളുടെ ബോഡിയുടെ ടെമ്പറേച്ചർ, നേച്ചർ, മനസ്സിലായോ? അത് എല്ലാം നോക്കിയിട്ട് മാത്രം അവർ ഇത് ചെയ്യുള്ളൂ. ഈ എന്നും പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുക. ഇപ്പൊ കരുമാടിയുടെ കാര്യം പറഞ്ഞ പോലെ, ഡക്ക് സമോസയുടെ കാര്യം പറഞ്ഞ പോലെ, ഓരോരോ പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമല്ല. സ്ട്രെസ്സിൽ ഒരിക്കലും ക്രിയേറ്റിവിറ്റി വരില്ല. ഫ്രീ മൈൻഡിലെ ക്രിയേറ്റിവിറ്റി വരുള്ളൂ. എന്നെ കൊണ്ടുപോയിട്ട് ബലം പിടിച്ചിട്ട് കൊണ്ട് എവിടെയെങ്കിലും പൂട്ടിട്ടിട്ട് 2-3 ഡിഷ് അടിച്ചാടാന്ന് പറഞ്ഞിട്ട് ഒരു തോക്കും പിടിച്ച് അല്ലെങ്കിൽ കത്തിയും പിടിച്ച് മുമ്പിലെന്ന് ഐ വോണ്ട് ക്രിയേറ്റ്, ഐ വോണ്ട് ഡു എനിത്തിങ്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഡിഷ് ആൾക്കാർക്ക് ആരെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റൂഡായിട്ട് ഇറങ്ങിപ്പോയ സിറ്റുവേഷൻസ് ഒക്കെ ലൈഫിൽ ഉണ്ടായിരുന്നു. റൂഡായിട്ടുള്ള സിറ്റുവേഷൻ വെച്ചാൽ ഞാൻ ബഡേയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല എൻ്റെ കിച്ചണിൽ. അപ്പുറത്തെ കിച്ചൺ ഞാൻ അവിടെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പോകും. അപ്പോൾ കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ അങ്ങനെ ഞാൻ വന്നു, ഞാൻ കൗണ്ടർ വയ്ക്കണേ. എൻ്റെ ഷെഫ് ഒരു മാങ്ങാ മീൻ കറി അടിച്ചു വിട്ടു. അത് മീൻ പോയിട്ടുണ്ടായിരുന്നു, നമ്മൾ അറിഞ്ഞില്ല. ചില്ലറിൽ നമ്മൾ കുക്ക് ചെയ്യും, ജസ്റ്റ് ഒരു ടർമറിക് ജിഞ്ചർ ഇട്ട് കുക്ക് ചെയ്ത് ചില്ലറിൽ വെക്കും. അപ്പോൾ ഇവനെ എടുത്തിട്ട് തിരക്കാറുണ്ട്, അതിനിട്ട് ജസ്റ്റ് സ്റ്റീം ചെയ്ത് സെറ്റാക്കി കൊടുത്തു വിട്ടു. ആ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല, എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ ടേസ്റ്റ് ചെയ്തില്ല, പോയി ഗസ്റ്റിനടുത്ത് പോയി. ഗസ്റ്റ് കഴിച്ചപ്പോൾ തന്നെ, കാരണം മീനൊക്കെ പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവാണ്, അത് സ്പോയിലായിരുന്നു. അങ്ങനെ പോയി നിന്നു കുറേ പറഞ്ഞു, അറിയാലോ നമ്മുടെ ആൾക്കാർ കുറേ കേട്ടു. ഞാൻ കേട്ടൊന്നുമില്ല, കാരണം നമ്മളെ മിസ്റ്റേക്കാണ്, കേട്ടു നിന്ന്. അപ്പോൾ ആ സമയത്ത് ആയിരിക്കും നമ്മൾ യാതൊരു വിധത്തിൽ നമ്മളെ ജസ്റ്റിഫിക്കേഷൻ അങ്ങനെ നമ്മൾ പറ്റിപ്പോയി, മനുഷ്യനാണ്, പറ്റിപ്പോയി. നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റാതെ തന്നെ ചില ആൾക്കാർ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഫുഡ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ ബഹളം ഉണ്ടാക്കുന്ന അങ്ങനത്തെ സിറ്റുവേഷൻ അല്ല. അതെന്ന് വെച്ചാൽ നോർമലി ഇപ്പോൾ എനിക്ക് എൻ്റെ ആയിട്ടുള്ള സ്റ്റൈലുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന മീൻകറി ചിലപ്പോൾ അയാൾ കഴിച്ച മീൻകറിയായിട്ട് വ്യത്യാസമുണ്ട്. ആൾ വന്നിട്ട് ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ സിമ്പിളി പറയും, ദിസ് ഇസ് മൈ സ്റ്റൈൽ, ദിസ് ഐ ലേൺ. സാറിന് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം, ഞാൻ ഐ ട്രൈ ടു കറക്റ്റ് ഇറ്റ്. പൊളൈറ്റായിട്ട് കാര്യം പറഞ്ഞ്, അപ്പോൾ അയാൾക്കും കുഴപ്പമില്ല, നമുക്കും കുഴപ്പമില്ല. ഷെഫിന്റെ കിച്ചണിൽ ഏറ്റവും നെസസിറ്റി ആയിട്ട് ഉണ്ടാവേണ്ട 5 പ്രോഡക്ട്സ് എന്തൊക്കെയായിരിക്കും? കറി ലീവ്സ്, വെളിച്ചെണ്ണ, സ്ട്രോബെറി വേണം. സ്ട്രോബെറിയോ?
അത് ശരി. ഐ എം എ സ്വീറ്റ് ഷെഫ്. നല്ല ബസ്മതി റൈസ് വേണം, കൈമ റൈസ് ഇട്ടേ പൊളിക്കും. അഞ്ചാമത്തത് ഉപ്പ്. അത് ശരി. ഇതല്ലാണ്ട് ഒന്നും നടക്കൂല. ഒരു സീനിയർ ഷെഫിന്റെ സാലറി എത്രയായിരിക്കും? ഇവിടെയൊക്കെ ഒരു സീനിയർ ഷെഫിന് ഒരു 45 മാക്സിമം 60-80 വരെ മേടിക്കുന്ന ഷെഫ്മാരുണ്ട് ഇവിടെ. വലിയ വലിയ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ പേ മോർ 1 lakh അതിൻ്റെ മുകളിലൊക്കെ മേടിക്കുന്ന ഷെഫ്മാരുണ്ട്. ഈ മെറൈനിൽ പോകുന്ന ഷെഫുമാർക്ക് സാലറി കൂടുതലാന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെയുണ്ട്? മെറൈനിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല മെറൈനിൽ പോകാനായിട്ട്. കാരണം വെച്ചാൽ അതിലെന്ന് വെച്ചാൽ നമ്മുടെ കരിയർ ഗ്രോത്ത് ഈ അവിടെ എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ഉണ്ടാവും. ഇപ്പൊ സൂപ്പിലേക്ക് പോകുന്ന അയാൾ എൻഡിയർ ആ കോൺട്രാക്ട് സൂപ്പ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. അതിൽ വേറെ ഗ്രോത്ത് ഒന്നും. പിന്നെ പൈസക്ക് വേണ്ടി പോവാം, പിന്നെ കുറച്ച് സ്ഥലങ്ങൾ കാണാം, ഡിഫറെൻറ്റ് പോർട്സ് കാണാം. ഞാനും ഒരു കോൺട്രാക്ട് ചെയ്തിട്ടുള്ള ടു എക്സ്പീരിയൻസ് ദ തിങ്. ലൈഫ് നല്ലതാണ്, പക്ഷെ എപ്പോഴും ലാൻഡിലാണ് എക്സ്പീരിയൻസ് ആൾക്കാർ നല്ലത് നോക്കുന്നത്. ഒരു ഷെഫ് ഉണ്ടാക്കുന്ന ഫുഡ് വേറെ ഷെഫ് അതേ സാധനം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് അതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ ഇപ്പൊ നമുക്ക് ഒരാളെ അങ്ങനെ പറയാൻ പറ്റില്ല ഇന്ന ആള് ചെയ്താണ് അങ്ങനെ. പിന്നെ ഇപ്പൊ ഞാനത് പേര് മാറ്റി എൻ്റെ രീതിയിലേക്ക് കൊണ്ടുവന്നാലും അങ്ങനെ ഇതുവരെ ഞാൻ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല, അങ്ങനെ കോപ്പിറൈറ്റ് കാര്യങ്ങൾ. പിന്നെ ചില ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. പിന്നെ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് സീക്രട്ട് ഇപ്പോൾ KFC ഒക്കെ ചെയ്യുന്ന പോലെ അവർക്ക് ഇപ്പോൾ KFCനോടത്ത് KFC ഫ്രൈഡ് ചിക്കൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചിക്കൻ ചെയ്യുന്നില്ലേ, അപ്പൊ നമുക്ക് അവരോട് പറയാൻ പറ്റും ഫ്രൈഡ് ചിക്കൻ ആരാ കൊണ്ടുവന്ന് KFC അല്ലേ. നമുക്ക് ചിക്കനോട് പോയി പറയാൻ പറ്റുമോ നീ എൻ്റെ സ്റ്റൈലാണ് നീ എന്തിനാ ചെയ്യാന്ന്? അവരുടെ റെസിപ്പി എപ്പോഴും അവരുടെ ലോക്കായിരിക്കും. ദേ ഹാവ് സർട്ടൺ റെസിപ്പി, പക്ഷെ ആ ടേസ്റ്റ് അവരുടെ അടുത്തേ കിട്ടുള്ളൂ. ഈ നമുക്ക് ഇവിടെ കിട്ടിയതിനേക്കാളും ഒരു അക്സെപ്റ്റൻസ് US-ലേക്ക് ചെന്നപ്പോൾ കിട്ടുന്നുണ്ടോ? US-ലെ വർക്ക് കൾച്ചർ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇവിടെ നമ്മൾ ഷെഫ് കോട്ടൊക്കെ ഇട്ട് ആൾക്കാരെ മൂപ്പിച്ച് നടക്കാൻ നടക്കാം, പക്ഷെ അവിടെ അങ്ങനെ നടക്കാൻ പറ്റില്ല. ടൈം ഈസ് മണി. അവർ പൈസ പേയ്മെന്റ് നമ്മൾ വർക്ക് ചെയ്യണം. വൈഫിനും കുട്ടിക്കും ഒക്കെ ഷെഫ് ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് എന്താ? കറി ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ ഭയങ്കര ഫേമസ് ആണ്. അത് നമ്മൾ നോർമലി ഇവിടുത്തെ ഫ്രഷ് ടൊമാറ്റോസ് നമ്മൾ അവിടെ പോകുമ്പോഴത്തേക്കും ഫ്രഷ് ടൊമാറ്റോസ് ഒക്കെ കൂടുന്നതും അവോയ്ഡ് ചെയ്യും. ക്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഷെൽഫ് ലൈഫ് കുറയും. ഫ്രഷിലാകുമ്പോഴത്തേക്കും ഷെൽഫ് ലൈഫ്. പിന്നെ ഇവിടെ വരുന്ന ടൊമാറ്റോസിൻ്റെ നമുക്ക് കണ്ടീഷൻ അറിയാൻ പറ്റില്ല ഏത് അവസ്ഥയിലൊക്കെ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അത് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ 2 days ഒക്കെ ഷെൽഫ് ലൈഫ് ഉണ്ടാവുള്ളൂ. നമുക്ക് അവിടെ കഴിഞ്ഞാൽ ഒരു 3 to 4 days ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും, കാരണം അത്രയും ബിസിയാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്ക് ആ പ്രൊഡക്ഷൻ അങ്ങനെ ചെയ്ത് നോക്കുള്ളൂ. ഡെയിലി ഡേ ടു ഡേ സോസ് വെക്കുകയാണ്, ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. ഷെഫിൻ്റെ ഒരു ലൈഫിൽ ഒരു അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും? എനിക്ക് ഒരു ഗോൾഡ് മെഡൽ കിട്ടിയായിരുന്നു. അത് എനിക്കൊരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇതാണ്. കാരണം ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത കിട്ടിയ എനിക്കൊരു അവാർഡാണ്. അതെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ബോക്സ് എന്ന് പറയും. ഒരു ബോക്സിൽ നമുക്ക് കൊണ്ട് തരും, ഒരു 2.5 മണിക്കൂർ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ബോക്സ് തുറക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അതുകൊണ്ട് ഒരു സ്റ്റാർട്ടർ, ഒരു മെയിൻ കോഴ്സ്, ഒരു ഡെസേർട്ട് ഔട്ട് ചെയ്യണം. രണ്ടെണ്ണം ചെയ്യണം. ഒന്ന് ടേസ്റ്റിങ്, ഒരെണ്ണം പ്രസൻറ്റേഷൻ. ഒരെണ്ണം ടേസ്റ്റിങ്, പിന്നെ ഒരു പ്രസൻറ്റേഷൻ. അപ്പം അങ്ങനെ എൻ്റെ കൂടെ ഒരു പയ്യനും കൂടി ഉണ്ട്. അപ്പം ആ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഡിഷ് പ്ലാൻ ചെയ്യണം, സാധനം. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ എന്താ പറയുക, ഐ ലോസ്റ്റ്. കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റില്ല. കാരണം അവനെ അറിയുന്നതിൽ ഞാൻ എന്താ അടുത്ത ചെയ്യേണ്ടതെന്നല്ല. കാരണം പറഞ്ഞോടത്തെല്ലാം ചെയ്യുള്ളൂ. കാരണം അവനെന്ന് പറഞ്ഞാൽ കോണ്ടി ബാക്ക്ഗ്രൗണ്ടുള്ള ആളല്ല. എന്നെ കൂടി തന്നെ ഇന്ത്യൻ ഷെഫായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് പിന്നെ കുറച്ച് ഇങ്ങനെയുള്ള ചെയ്തൊക്കെ ഐഡിയകളോട് ക്രിയേറ്റീവ് ആണ്. അങ്ങനെ നമ്മൾ ചെയ്ത് ഒരുമാരെയൊക്കെ ആദ്യം അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അപ്പോൾ എൻ്റെ അടുത്തൊരു സീനിയർ ഷെഫ് ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, എടാ ഇങ്ങനെ കിട്ടുമ്പോൾ മെയിനായിട്ട് എന്തെങ്കിലും അതിൻ്റെ അകത്ത് ഒരു പൊട്ടറ്റോ ഉണ്ടാവും, സ്ട്രോബെറി ബെറീസ് എന്തെങ്കിലും ഉണ്ടാവും, ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റിലുണ്ട് ഫ്രൂട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ കാരമലൈസ് ചെയ്തിട്ട് ക്രീം ഇട്ടിട്ട് അതിൻ്റെ ഒരു ഡെസേർട്ട് ഉണ്ടാക്കും. അത് എന്ത് കിട്ടിയാലും ഞാൻ അടിക്കും. എനിക്ക് പൊട്ടറ്റോ ഉണ്ട്, പിന്നെ ബീഫ് എന്തായാലും കിട്ടുമെന്ന് പറയും. ബീഫ് ചിക്കൻ എന്തായാലും കിട്ടിയാൽ അത് ഇത് ചെയ്യാന്നുള്ളത്. അങ്ങനെ അപ്പോൾ എനിക്ക് ബീഫ് കിട്ടി. എനിക്ക് ആ ബീഫിൻ്റെ അറിയില്ല ഏത് ബീഫ് കട്ടാന്നുള്ളത്. പതുക്കാൻ അങ്ങോട്ട് ചെന്നു. കാരണം എനിക്ക് കോണ്ടി ബേസ് ഇല്ലാത്ത ഞാൻ പതുക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ ഇതെല്ലാത്തിനും ടൈം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരെല്ലാം വന്ന് നോക്കും. അതിൻ്റെ അകത്ത് ഒരു ഹൈജീൻ ഓഫീസർ ഉണ്ടാവും, അവരെല്ലാം വന്ന് നോക്കും. അങ്ങനെ അതൊരു ചെയ്ത് ഒരു 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഡിഷ് ഔട്ട് ചെയ്ത് ആദ്യം സൂപ്പ് ഉണ്ടാക്കി. സൂപ്പ് ഒരു വെജിറ്റബിൾ കിട്ടിയായിരുന്നു, പെപ്പേഴ്സൊക്കെ വെച്ചിട്ടൊരു അതുകൊണ്ട് തട്ടിക്കൂട്ടി ഒരു സൂപ്പ് സെറ്റ് ചെയ്ത്. ക്രീമുണ്ട്, അത് ക്രീം എന്തായാലും ഉണ്ടാവും, ബട്ടർ എന്തായാലും ഉണ്ടാവും. സൂപ്പ് ഉണ്ടാക്കി. പൊട്ടറ്റോൻ്റെ അതെന്താണ് എല്ലാവർക്കും മാഷ് പൊട്ടറ്റോ ആണ് മാഷ്. അപ്പോൾ ഷെഫ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇത് കിട്ടിക്കാൻ നേരെ നീ ഒന്നും ചെയ്യണ്ട, സ്ലൈസ് ചെയ്യുക, നേരെ ഓവനിലേക്ക് കയറ്റുക, റോസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വെക്കുക.
അങ്ങോട്ട് വെച്ചാൽ മതി. ഞാൻ സമയമാകുമ്പോൾ നീ ജസ്റ്റ് റിങ്ങിലിട്ട് പൈപ്പ് ചെയ്താൽ മതി. അവിടുത്തെ ജഡ്ജി വന്ന് കയറി വന്നിട്ട് ഈ പൊട്ടറ്റോ കഴിച്ചു. അവൻ ഗോയിങ് ആൻഡ് കമ്മിങ് ആൻഡ് കീപ്പിങ് ഹാവിങ് ദിസ് തിങ്. കാരണം അതിൽ തന്നെ നമ്മളുടെ മാർക്ക് കയറി. കാരണം ആ റോസ്റ്റഡ് പൊട്ടറ്റോ ആയിരുന്നു നമ്മളുടെ ഹൈലൈറ്റ് എലമെൻറ്റ്. അത് കൊടുത്ത് ഒരു ബെൽ പെപ്പറിൻ്റെ ഒരു സോസ്, ഒരു റെഡ് പെപ്പർ ഗാർലിക്കൊക്കെ സോട്ട് ചെയ്തിട്ട് ഒരു സോസ് അടിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ ഡെസേർട്ട് ഞാൻ പൈനാപ്പിൾ കിട്ടി. പൈനാപ്പിൾ ഷുഗറിൽ കാരമലൈസ് ചെയ്ത് ക്രീം ഇട്ട് അതൊരു ഷൂട്ടറിൽ സ്ട്രോബെറി ഒക്കെ ഇട്ട് സാധനം സെറ്റ് ചെയ്ത് കൊടുത്തു. സിമ്പിളായിരുന്നു. പക്ഷേ അതിൽ മെയിൻ സംബന്ധിച്ചാൽ നമ്മളെപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും സിമ്പിൾ കൊടുക്കുക, ടേസ്റ്റായിട്ട് കൊടുക്കുക, കാര്യങ്ങൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് നോക്കുക. അങ്ങനെ ഗോൾഡ് കിട്ടി. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാണ്ടിരിക്കണായിരുന്നു. അപ്പോൾ പയ്യൻ ഓടി വന്നു, ഷെഫേ നമുക്ക് ഗോൾഡ് കിട്ടിയത്. ഞാൻ എൻ്റെ കിളി പോയി, ഗോൾഡാ അതെങ്ങനെയാടാ ഈ അവസ്ഥയിൽ എങ്ങനെയാണ് നമുക്ക് ഗോൾഡ്? പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അതിനെല്ലാം ഹൈജീനിക്കാണ്. നമ്മളെല്ലാം ചെയ്യുന്നത് ഓരോ സമയം. ഇപ്പോൾ കട്ടിംഗ് ബോർഡാണെങ്കിൽ ഈവൻ ഇപ്പം നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്യണമെങ്കിൽ ഗ്രീൻ വെക്കും. ഇപ്പോൾ ഫിഷ് ആണെങ്കിൽ ബ്ലൂ, ചിക്കൻ ആണെങ്കിൽ യെല്ലോ, ഇതെല്ലാം നോക്കും. എന്നിട്ട് നമ്മൾ എപ്പോഴും ഹാൻഡ് വാഷ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾ എടുത്തു കഴിഞ്ഞാൽ ഗ്ലൗസ് അതപ്പം തന്നെ മാറ്റിയിട്ട് അടുത്ത ചിക്കൻ എടുക്കുമ്പോഴത്തേക്കും വി ഷുഡ് വെയർ ദ ന്യൂ ഗ്ലൗസ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യുകയും വേണം. ടൈമും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഗ്രേഡ് കൂടുതൽ കിട്ടി ഹൈജീൻ്റെ. ഈ ഒറ്റ % ഭാഗത്ത് നമുക്ക്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേരും ദുബായിലൊക്കെ പോകാനായിട്ട് ഫ്രീ അപ്പ് ആൻഡ് ഡൗൺ ഒരു സ്റ്റേ ഒക്കെ ആയിട്ട് അങ്ങനെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര മെമ്മ. അപ്പം തന്നെ ഞാൻ വിളിച്ചു എൻ്റെ ബോസിനെ. ഞാൻ ഇങ്ങനെ കിട്ടിയെന്നുണ്ട്. ആൾ ഒറ്റക്ക് വണ്ടി ഓടിച്ചു വന്നു. എപ്പോഴും എൻ്റെ അടുത്തുള്ള ഫോട്ടോ ഉണ്ട്. അയാൾ വന്ന് കൂടെ നിൽക്കണം, ഗ്രൂപ്പാടെ നിന്ന് ചോദിക്കണൊക്കെ. അത് എനിക്കൊരു നല്ലൊരു മെമ്മറിയാണ് അല്ലേ. ഈ വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാ നമ്മുടെ ഈ പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട്? ഞാൻ വീട്ടിൽ നിന്നാണ് തുടങ്ങിയത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കുക്കിങ്ങിൻ്റെ ഒരു ഐഡിയ താല്പര്യം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയത്. ഈ ഷെഫ് ജി എന്ന് പേരിട്ടേക്കണ എന്തുകൊണ്ടാണ്? ഷെഫ് ജി എന്ന് പറഞ്ഞാൽ ഗ്ലാഡ്വിൻ എൻ്റെ പേര്, ആന്റണി എൻ്റെ അപ്പച്ചൻ്റെ പേര്. ഗ്ലാഡ്വിൻ ആന്റണി എന്നാണ് എൻ്റെ പേര്. അത് ഷോർട്ടാക്കിയിട്ട് ഷെഫ് ജി. ഷെഫ് ജി എന്നാണോ ആൾക്കാരൊക്കെ വിളിക്കുന്നത്? ഓൾമോസ്റ്റ്. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ബ്രാൻഡ് ഇതിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഷെഫ് ജി എന്നാണ് കൊടുത്തേക്കണം. എൻ്റെ ലോഗോയും അങ്ങനെ തന്നെയാണ്, ടാറ്റുവും അങ്ങനെയൊക്കെ തന്നെ. ഷെഫ് ജിയുടെ ഏറ്റവും വലിയൊരു ലൈഫ് ടൈം അംബീഷൻ എന്താണ്? എനിക്കൊരു മിഷ്ലിൻ സ്റ്റാർ ഷെഫ് ആണോ എന്നുള്ളൊരു അതിനൊക്കെയുള്ളൊരു യാത്രയിലാണ് അല്ലേ. മിഷ്ലിൻ സ്റ്റാർ ഷെഫിന്റെ പ്രത്യേകത എന്താ? മിഷ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു ടയർ കമ്പനിയാണ്. അവർ ഷെഫ്സിനെയൊക്കെ അവാർഡ് ചെയ്യും. ഇപ്പോൾ ഈ ഓസ്കാർ കൊടുക്കുന്ന പോലെ അതേപോലെ തന്നെ മിഷ്ലിൻ അവർ റെക്കഗ്നൈസ് ചെയ്യും നല്ല നല്ല ഷെഫ്സുമാരൊക്കെ. അത് ഇറ്റ്സ് നോട്ട് ഈസി ടു ഗെറ്റ്. അവർ റെസ്റ്റോറൻറ്റിൽ വരും. അവർ റെസ്റ്റോറൻറ്റ് വന്നിട്ട് വെറുതെ ചുമ്മാ സ്പൂണൊക്കെ എടുത്ത് നിർത്തേക്കിടും. അവർ നോക്കാൻ നമ്മുടെ സർവീസ് എങ്ങനെയാണ്, നമ്മളെങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത്. അവർ ഓരോന്നും അത്ര ഇട്ട് തരും നമുക്ക്. എന്നിട്ട് അതിനെ നമ്മളെങ്ങനെയാണ് ഇത് ചെയ്യണം. ഈവൻ അത് കിട്ടണമെങ്കിൽ കുറേ ടാസ്ക് ഉണ്ട്. കിച്ചണിൽ നല്ല ഫുഡ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. എങ്ങനെയാണ് നമ്മളത് പ്രസൻറ്റ് ചെയ്യണത്, എങ്ങനെ നമ്മൾ ഗസ്റ്റിനെ റിവ്യൂസ് എല്ലാം നോക്കും. പിന്നെ അവർ വന്ന് കഴിക്കും. പിന്നെ ആ ഫുഡിൻ്റെ ടേസ്റ്റ് നോക്കും. റിപ്പീറ്റ് വരും. ആ ഫുഡ് തന്നെ അവർ റിപ്പീറ്റ് കഴിക്കും. ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാണ്. ഹാവിങ് ബട്ടർ ചിക്കൻ സെയിം അതെല്ലാം നോട്ട് ചെയ്ത് കോരി. എന്നിട്ട് നെക്സ്റ്റ് ടൈം വന്നിട്ട് അവർ സെയിം അത് തന്നെ കഴിച്ചിട്ട് അത് തന്നെയാണെന്ന് ആ കൺസിസ്റ്റൻസി. ദാറ്റ്സ് എ മെയിൻ തിങ്. ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം കൺസിസ്റ്റൻസിയാണ്. അതേവിടെ ഫ്ലോപ്പ് ആകുന്ന അന്ന് നമ്മൾ ഫ്ലോപ്പാണ്. അങ്ങനെയാണ് കൂടുതലും റെസ്റ്റോറൻറ്റ്സൊക്കെ അടച്ചു പോകുന്ന കാര്യങ്ങൾ. കാരണം നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷൻ ചെയ്യുന്നിട്ട് പിന്നെ അത് കിട്ടാണ്ട് നമ്മളെ പിന്നെ, കാരണം ഇവിടെയൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പണ്ടത്തെ പോലെ അല്ലേ, ഇഷ്ടം പോലെ. കാരണം ഓരോ ദിവസവും ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇറങ്ങി വരികയാണ്. അപ്പോൾ പിടിച്ചിരിക്കണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ പോകണം. അതെ. അപ്പൊ ഏതായാലും ആഗ്രഹങ്ങളെല്ലാം അങ്ങനെ ഒന്നൊന്നായിട്ട് സാക്ഷാത്കരിക്കപ്പെടട്ടെ. മിഷ്ലിൻ സ്റ്റാർ ഷെഫ് ജി എന്നുള്ള പേരിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ഷെഫ്, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ടൈം. താങ്ക് യു.